പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് സമയവും അതുപോലെ തന്നെ സാഹചര്യം ഒന്നും ഒത്തുവന്നിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയല്ലോ തിരക്കും അതുപോലെ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളുകളായി വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും ഇപ്പോൾ സുഖം തന്നെ, കുഴപ്പമൊന്നുമില്ല. ഫാമിലിയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടായിരുന്നു വീട്ടിൽ. ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ എല്ലാവരെയും കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മുത്തപ്പൻ കണ്ണൂർക്കാരുടെ ഒരു പ്രത്യേക വികാരമാണെന്നാണ് പറയുന്നത്. സത്യം തന്നെയാണ്. മുത്തപ്പനെ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തും ഉള്ളൂ അല്ലേ. നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മൾ ആദ്യം മുത്തപ്പ എന്നാണ് വിളിക്കുന്നത്. ഞാൻ മനസ്സിൽ കണ്ട ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് സാധിപ്പിച്ചു തന്നു. ഞാൻ വീണ് വീൽ ചെയറിലൊക്കെ ആയിട്ട് ഒരുപാട് നാളുകളായി. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ചെറുതായി നടക്കാനൊക്കെ എനിക്ക് ഇപ്പോൾ സാധിച്ചു. അതൊക്കെ എൻ്റെ മുത്തപ്പൻ്റെ കടാക്ഷം കൊണ്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ഒക്കെ എൻ്റെ കൂടെ വേണം. എൻ്റെ കൂടെ നിങ്ങളെ ഒരു സബ്സ്ക്രൈബേഴ്സായിട്ടല്ല, നിങ്ങളെൻ്റെ കൂടപ്പിറപ്പുകളും എൻ്റെ ബന്ധുജനങ്ങളും തന്നെയായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. സമയമുള്ളപ്പോഴൊക്കെ വീഡിയോ ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി നമ്മളെ ആ കഴിഞ്ഞ മുത്തപ്പനിലെ ഓരോ ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒരിക്കൽ കൂടി കാണുന്നത് വരെ എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ, കൂടെ സ്നേഹവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ ഞാനിനി ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ കൂടെ ഞാനത് ആഡ് ചെയ്യുന്നതായിരിക്കും. മുത്തപ്പൻ്റെ ആ ഭാഗങ്ങളൊക്കെ ആഡ് ചെയ്യും. എല്ലാവരും ഇഷ്ടമുണ്ടെങ്കിൽ കാണുക, എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ മുത്തപ്പൻ്റെ മുന്നിൽ എനിക്ക് നിൽക്കാനൊക്കെ പറ്റി. അതൊക്കെ ഒരു വലിയ ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് നാളുകളായി വീൽ ചെയറിലൊക്കെ ആയി എനിക്ക് നിൽക്കാനും മുത്തപ്പനുമായിട്ട് മുത്തപ്പൻ്റെ കൂടെ നിന്ന് മുത്തപ്പൻ്റെ പ്രസാദമൊക്കെ കൈകൊണ്ട് വാങ്ങിക്കാനൊക്കെ എനിക്ക് പറ്റി. അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഓക്കെ. അതിനുശേഷം മുത്തപ്പൻ വീട്ടിൻ്റെ അകത്തേക്ക് വന്നു. അകത്ത് വന്നതിന് ശേഷം നമുക്കൊക്കെ അനുഗ്രഹം അകത്ത് വന്നതിന് ശേഷമാണ് നമുക്കൊക്കെ തരിക. അപ്പോൾ അകത്തേക്കൊക്കെ വന്ന് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനൊക്കെ പറ്റി. നിങ്ങൾ കാണുന്നുണ്ടാവും, നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഞാൻ എഴുന്നേറ്റൊക്കെ നിന്നിട്ട്. ഇതെനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് മുത്തപ്പൻ തന്നൊരു അനുഗ്രഹം തന്നെയാണ്. എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നിൽക്കാനും ചെറുതായിട്ടൊന്ന് നടക്കാനും ഒക്കെ എനിക്ക് സാധിച്ചത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടിട്ട് ഇങ്ങനെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനും ചെറുതായിട്ടൊന്ന് നടക്കാനും ഒക്കെ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയല്ലേ. മുത്തപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും. മുത്തപ്പൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സങ്കടം തന്നെയാണ്. മുത്തപ്പനോട് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ വിങ്ങിപ്പൊട്ടും. അത് മനുഷ്യന്മാരായ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വികാരം തന്നെയാണ്. ഞാൻ പിന്നെ ഇങ്ങനത്തെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലൊക്കെ ആയതുകൊണ്ട്
എനിക്ക് നല്ല സങ്കടം തന്നെയായിരുന്നു. മുത്തപ്പൻ്റെ മുന്നിൽ എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ തുറന്ന് വെച്ചു. മുത്തപ്പന് പറയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഈ ഒരു അവസ്ഥയിൽ വരെ ഇങ്ങനെ വരെ എന്നെ എത്തിച്ച എൻ്റെ മുത്തപ്പൻ എന്താണ് എൻ്റെ ജീവിതകാലം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിനുശേഷം എല്ലാവർക്കും അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു മുത്തപ്പൻ. അതിന് ശേഷം നമ്മുടെ വീട്ടിലെ കുഞ്ഞ് കൊച്ചായ നമ്മുടെ ജയ്മുത്തിനെ എടുത്തു മുത്തപ്പൻ. അപ്പോൾ ജയ്മുത്ത് ഒന്ന് കരയൊക്കെ ചെയ്തു. കുട്ടികൾക്ക് പിന്നെ ഇതുപോലെയുള്ള മുത്തപ്പനും അതുപോലെയുള്ള ഇതൊക്കെ കാണുമ്പോൾ ചില കുട്ടികളൊക്കെ ചിരിക്കും, ചില കുട്ടികൾക്ക് ഇതുപോലെയുള്ള കരച്ചിലൊക്കെ ആയിരിക്കും. മോനും അനുഗ്രഹമൊക്കെ കിട്ടി. പിന്നെ അതിനുശേഷം ഞാനും മോനും അമ്മയൊക്കെ അവിടെ നിന്നപ്പോൾ നമുക്ക് അവിടെ വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ മുത്തപ്പൻ സംസാരിച്ചു. കൂടുതലും അമ്മയുടെ വിഷമങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടോ, അമ്മയും അച്ഛനും ഒക്കെയാണ് അടുത്ത് നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ എന്നെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ചൊക്കെ നിർത്തുന്ന സ്വാതി എന്ന് പറയുന്ന എൻ്റെ കൂടപ്പിറപ്പായിട്ട് ഞാൻ കരുതുന്ന എൻ്റെ സഹോദരിയും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ എല്ലാ ഇതിൽ നിന്നും രക്ഷിച്ച് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ആ സഹോദരി തന്നെയാണ്. ആ സഹോദരിക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുത്തപ്പൻ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞു, നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ.